ചെമ്മനാട് കോളിയടുക്കത്ത് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ഫിഫ നിലവാരത്തോടുകൂടിയ ഫുട്ബോൾ ടർഫ് ഒരുങ്ങുന്നു. ഗ്രൗണ്ടിന്റെ നിർമ്മാണോദ്ഘാടനം മണ്ഡലം എംഎൽഎ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു നിർവഹിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 4,96,50,000 രൂപ ചെലവഴിച്ചാണ് ചെമ്മനാട് കോളിയടുക്കം രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ടർഫ് ഗ്രൗണ്ട് നിർമ്മിക്കുന്നത്. ഗ്രൗണ്ടിന്റെ നിർമ്മാണോദ്ഘാടനം മണ്ഡലം എംഎൽഎ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു നിർവഹിച്ചു. ഇന്നിവിടെ രണ്ട് സീറ്റുകളുമായി ഒരു വലിയ പദ്ധതിക്ക് പുറപ്പെടുന്നു. കോളിയടുക്ക നിവാസികളുടെ പ്രത്യേകിച്ച് കായിക പ്രേമികളുടെ ദീർഘകാലത്തെ ഒരു ആവശ്യമാണ് കോളിയടുക്കം ഈ രാജീവ് ഗാന്ധി മൈതാനം നമുക്കൊരു വലിയ സ്റ്റേഡിയമാക്കി മാറ്റണം. അപ്പോഴാണ് നേരത്തെ ആഗ്രഹം മാത്രമല്ല ഇതിൻ്റെ അനിവാര്യത വരുന്നത്. ഒരു സ്റ്റേഡിയം ഒന്നേ പറ്റുന്ന അനിവാര്യത വരുന്നു. ഇക്കാര്യത്തിൽ അന്നത്തെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എനിക്ക് പ്രളയാനാണ് ഹബീബുമായിരുന്നു SP ആണ്. എൻ്റെ 2 വർഷത്തെ സീനിയറാണ് കാസർഗോഡ് പറഞ്ഞു. ആദ്യം ഭയങ്കര താല്പര്യം എന്ത് വന്നാലും സ്റ്റേഡിയം കൊണ്ടുവന്നേക്കും. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കായിക വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സ്പോർട്സ് കിറ്റ് കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ P രഘുനാഥ് വിതരണം ചെയ്തു. PWD എഞ്ചിനീയർ സൗമ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സുകുമാരി ശ്രീധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D ദിലീപ് കുമാർ, പഞ്ചായത്ത് മറ്റ് ഭരണസമിതി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് പള്ളനാരായണൻ സ്വാഗതവും ജില്ലാ സ്പോർട്സ് ഓഫീസർ സുദീപ് ബോസ് നന്ദിയും പറഞ്ഞു. ജില്ലയുടെ കായിക സ്വപ്നങ്ങൾക്ക് പുതുപ്രതീക്ഷയാണ് ടർഫ് പൂർത്തിയാകുന്നതോടെ പൂവണിയുന്നത്. MLAയുടെ നിരന്തര ഇടപെടലിന്റെ ഫലമായാണ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ ഫുട്ബോൾ ടർഫ് വരുന്നത്. ഫിഫ നിലവാരത്തോടുകൂടിയ ടർഫായതിനാൽ ജില്ലയിൽ ദേശീയ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും സംസ്ഥാന ടീമുകളുടെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിനും സ്റ്റേഡിയം ഉപയോഗിക്കും. ന്യൂസ് ബ്യൂറോ, ഉദുമ.